ലെറ്റ് സ്റ്റഡി ടുഗദർ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 16ാമത്തെ വീഡിയോ ആണിത്. 401ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം വലുതാക്കാൻ തുണി ചേർക്കുന്നത് എന്താണ്? ഒരു വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം വലുതാക്കാൻ തുണി ചേർക്കുന്നത് എന്താണ്? ഒരു ഗാർമെൻ്റ് ഏതെങ്കിലും ഭാഗത്ത് കൂടുതൽ വീതിയോ ഫ്ലെയറോ ലഭിക്കാൻ അധികമായി തുണി ചേർക്കുന്ന ഭാഗത്തെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരം ഗസറ്റാണ്. ഗസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്പിലോ ആയിരിക്കും ഗസറ്റ്. ഒരു വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അധിക വീതിയോ റൂമിനെസ്സോ നൽകുന്നതിന് ചേർക്കുന്നൊരു തുണി കഷ്ണമാണിത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഫ്ലെയർ, ഫ്രിഞ്ച്, ഇൻ്റർലൈനിങ്. ഫ്ലെയർ എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ താഴത്തെ ഭാഗത്ത് ക്രമേണ വീതി കൂടുന്നതിനെയാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. ഫ്രിഞ്ച് എന്ന് പറയുന്നത് വസ്ത്രത്തിന് അലങ്കാരത്തിനായി തൂക്കിയിടുന്ന അല്ലെങ്കിൽ ഒരു സാരിയുടെയോ ഷോളിൻ്റെയോ അറ്റത്തായിട്ട് തൂക്കിയിടുന്ന നൂല് അല്ലെങ്കിൽ തുണിയാണ് തുണി ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നതിനെയാണ് ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്. ഇൻ്റർലൈനിങ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഫാബ്രിക്കിനും ലൈനിങ്ങിനും ഇടയിൽ സപ്പോർട്ട് നൽകാൻ ചേർക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഇൻ്റർലൈനിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 402. 1 മീറ്റർ ഈസ് ഈക്വൽ ടു. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 39.37 ഇഞ്ചസ് ആണ്. ഇഞ്ചസിലാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്, പ്രത്യേകം നോക്കണം. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 1 മീറ്റർ എത്രയാണ് വരുന്നത്? 39.37 ഇഞ്ചസ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെൻറ്റിമീറ്റർ. അതുപോലെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 39.37 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻസിലെ 36 ഇഞ്ചസ് നോക്കാം. 36 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 യാർഡിൻ്റെ നീളമാണ്. 1 യാർഡ് എന്ന് പറഞ്ഞാൽ 36 ഇഞ്ചസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1 ഫൂട്ട് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചസ് ആണ്. ഇതൊക്കെ നോക്കി വയ്ക്കാം. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞത് 39.37 ഇഞ്ചസ് ആണ്. 1 യാർഡ് എന്ന് പറയുന്നത് 36 ഇഞ്ചസ് ആണ്. 1 ഫൂട്ട് എന്ന് പറയുന്നത് 12 ഇഞ്ചസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 403. കാർപ്പറ്റിൽ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? കാർപ്പറ്റ് പോലെയുള്ള ടെക്സ്റ്റൈൽ വസ്തുക്കൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഡൈ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആൻസർ ഡയറക്റ്റ് ഡൈ ആണ്. ഇത് ഡയറക്റ്റ് ഡൈസ് പ്രധാനമായിട്ടും സെല്ലുലോസിക് ഫൈബേഴ്സ്, പ്രത്യേകിച്ച് കോട്ടൺ എന്നിവയ്ക്ക് നേരിട്ട് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഡൈ ആണത്. കാർപ്പറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ഫൈബർ അനുസരിച്ച് വിവിധ ഡൈസ് ഉപയോഗിക്കാം. എന്നാൽ ഈ ചോദ്യത്തിൽ നൽകിയിരുന്ന ഓപ്ഷനുകളിലെ ഡയറക്റ്റ് ഡൈ ആണ് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബേസിക് ഡൈ എന്ന് പറയുന്നത് പ്രധാനമായും അക്രിലിക് പോലെയുള്ള ചില ഫൈബേഴ്സിന് ഉപയോഗിക്കുന്നതാണ്. സൾഫർ ഡൈ എന്ന് പറയുന്നത് പ്രധാനമായും കോട്ടണിന് ഡാർക്ക് ഷെയ്ഡ്സ് നൽകാൻ ഉപയോഗിക്കുന്നതാണ്. ആസിഡ് ഡൈ എന്ന് പറയുന്നത് വൂൾ, സിൽക്ക്, നൈലോൺ പോലെയുള്ള ഫൈബേഴ്സിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 404. താഴെ പറയുന്നവയിൽ ഒത്തുപോകാത്ത തിരഞ്ഞെടുക്കുക. അതായത് ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഇത് ഓപ്ഷൻസ് നോക്കാം. ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, വയലറ്റ്. ഇതിനകത്ത് ബ്ലൂ എന്ന് പറയുന്ന ഒരു പ്രൈമറി കളറാണ്. പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് മറ്റു നിറങ്ങൾ ചേർത്തുണ്ടാക്കാൻ കഴിയാത്ത അടിസ്ഥാന നിറങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഗ്രീൻ, ഓറഞ്ച്, വയലറ്റ് എന്നിവ എന്താണ്? സെക്കൻഡറി കളേഴ്സ് ആണ്. അതായത് പ്രൈമറി കളേഴ്സ് ചേർത്തുണ്ടാക്കുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. അപ്പം ബ്ലൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുർത്തയിൽ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് ഏതാണ്? കുർത്തയിൽ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ടൈലേർഡ് ഓപ്പണിംഗ് അല്ലേ? ടൈലേർഡ് ഓപ്പണിംഗ്. ടൈലേർഡ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ മുൻഭാഗത്ത്, പ്രത്യേകിച്ച് കുർത്ത, കുർത്തി തുടങ്ങിയ വസ്ത്രങ്ങളിൽ നൽകുന്ന വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. കഴുത്തിൽ നിന്ന് താഴേക്ക് നൽകുന്ന രീതിയിൽ നൽകുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബൗണ്ട് ഓപ്പണിംഗ്, ബയാ സ്ട്രിപ്പ് അല്ലെങ്കിൽ ബൈൻഡിങ് ഉപയോഗിച്ച് ഓപ്പണിങ്ങിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്യുന്ന രീതിയാണിത്. ഷർട്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഷർട്ടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് കൺസ്ട്രക്ഷൻ ആണ്. കണ്ടിന്യൂസ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് സ്ലീവ് കഫ് പോലെയുള്ള ചെറിയ ഓപ്പണിങ്സിൽ സാധാരണ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 406. സ്ട്രെയിറ്റ് ഡൗൺ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏത്? സ്ട്രെയിറ്റ് ഡൗൺ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഫിഷ് ബോൺ സ്റ്റിച്ച് ആണ്. അതായത് ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഡാണിങ് വർക്ക് ചെയ്യാനും പ്രത്യേകിച്ച് നീളത്തിലുള്ള കീറലുകളോ ദ്വാരങ്ങളോ നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. സ്റ്റിച്ചുകൾ അടുത്തടുത്തായി ചെയ്യുമ്പോൾ തുണിയുടെ കേടായ ഭാഗം മൂടാനും ഉറപ്പിക്കാനുമായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഡാണിങ് സ്റ്റിച്ചിന് സ്ട്രെയിറ്റ് ഡാണിങ്ങിന് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്.
ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ സാറ്റിൻ സ്റ്റിച്ച്, ഹെം സ്റ്റിച്ച്, ഫെറിംഗ് സ്റ്റിച്ച്. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് പ്രധാനമായും ഫില്ലിംഗ് സ്റ്റിച്ച്, ഡെക്കറേറ്റീവ് പർപ്പസിന് ഫില്ലിംഗ് സ്റ്റിച്ച് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹെം സ്റ്റിച്ച് എന്ന് പറയുന്നത് ഹെം ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഹെറിംഗ് ബോൺ എന്ന് പറയുന്നത് പ്രധാനമായും ഡെക്കറേറ്റീവ് പർപ്പസിനും അതുപോലെ തന്നെ ഹെം ഫിനിഷുകൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഡാണിങ്ങിന് ഉപയോഗിക്കുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ 407. ഇൻഡിവിജ്വൽ ബാലൻസ് എന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ബാലൻസ് എന്നത് എന്താണ്? നോക്ക് നീ ഫിഗർ ആണ്. ഇൻഡിവിജ്വൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൻ്റെ എന്താ പറയുക, ഇൻഡിവിജ്വൽ ബോഡി ഇംബാലൻസ് അല്ലെങ്കിൽ വ്യക്തിഗത അസന്തുലിതാവസ്ഥ, അതിനെ പരിഗണിച്ച് നമ്മൾ ഗാർമെന്റ് ഫിറ്റ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ആൻസർ കീ പ്രകാരം നോക്ക് നീ ഫിഗർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ബാക്കിയുള്ള നോക്ക് നീ ഫിഗർ എന്ന് പറഞ്ഞാൽ 2 മുട്ടുകൾ തമ്മിൽ അടുത്തടുത്തായി കാണപ്പെടുകയും കാലുകളുടെ താഴത്തെ ഭാഗങ്ങൾ തമ്മിൽ അകലം കാണപ്പെടുകയും ചെയ്യുന്ന ഒരു തരം ഫിഗറാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് സ്റ്റൂപ്പിംഗ് ഫിഗർ, നോർമൽ ഫിഗർ. സ്റ്റൂപ്പിംഗ് ഫിഗർ ശരീരം ജസ്റ്റ് മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന ബോഡി പോസ്ചറാണ്. നോർമൽ ഫിഗർ സാധാരണ ശരീരഘടനയാണ്. അപ്പം ഇതൊന്നും അല്ല ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ബേസിൻ്റെ ഭാഗമാണ്. ബേസിൻ്റെ ഭാഗമാണ്, അതായത് താഴെ പറയുന്നവയിൽ സൂയിങ് മെഷീനിലെ ബേസിൻ്റെ ഭാഗമായത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം നീഡിൽ പ്ലേറ്റ് ആണ്. നീഡിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ത്രോട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത് സൂയിങ് മെഷീനിൻ്റെ ബെഡ് അല്ലെങ്കിൽ ബേസ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മെറ്റൽ പ്ലേറ്റ് ആണ്. ഇതിലാണ് നീഡിൽ ഹോൾ ഉണ്ടായിരിക്കുക. ഫീഡ് ഡോഗിനും ഈ പ്ലേറ്റിന് താഴെ നിന്നാണ് പ്രവർത്തിച്ച് തുണി മുന്നോട്ട് നീക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഫേസ് പ്ലേറ്റ്, തമ്പ് നട്ട്, സ്റ്റിച്ച് റെഗുലേറ്റർ നോക്കാം. ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് നീഡിൽ ബാർ, പ്രഷർ ബാർ തുടങ്ങിയ മെഷീൻ പാർട്സിനെ മൂടുന്ന കവറാണ്. തമ്പ് നട്ട് എന്ന് പറയുന്നത് പ്രഷർ ഫൂട്ടിനോട് അനുബന്ധിച്ച് ഭാഗങ്ങൾ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന നട്ടാണ്. അതുപോലെ തന്നെ സ്റ്റിച്ച് റെഗുലേറ്റർ എന്ന് പറയുന്നത് സ്റ്റിച്ച് ലെങ്ത് നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻഡസ്ട്രിയൽ പാറ്റേൺ ഏത്? ഇൻഡസ്ട്രിയൽ പാറ്റേൺ ഏത്? താഴെ പറയുന്നവയിൽ ഇൻഡസ്ട്രിയൽ പാറ്റേൺ ഏതാണ്? ഗ്രേഡഡ് പാറ്റേൺ ആണ്. ഗ്രേഡഡ് പാറ്റേൺ. ഇൻഡസ്ട്രിയൽ പാറ്റേൺ എന്ന് പറയുന്നത് ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ വ്യത്യസ്ത സ്റ്റാൻഡേർഡ് സൈസുകളിൽ ഗാർമെന്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ്. അതായത് ഒരു അടിസ്ഥാന പാറ്റേൺ എടുത്ത് അതിനെ വ്യത്യസ്ത സൈസുകളിലേക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേഡഡ് പാറ്റേൺ എന്ന്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ടെസ്റ്റഡ് പാറ്റേൺ, ഫിറ്റിംഗ് പരിശോധിച്ച് പരീക്ഷിച്ച പാറ്റേൺ ആണ് ഇത് ടെസ്റ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മെഷർമെന്റ്സ് അനുസരിച്ച് തയ്യാറാക്കുന്ന പാറ്റേൺ ആണ്. ബ്ലോക്ക് പാറ്റേൺ എന്ന് പറയുന്ന അടിസ്ഥാന പാറ്റേൺ ആണ്, വിവിധ സൈസുകളിലേക്ക് ഗ്രേഡഡ് ചെയ്ത ഇൻഡസ്ട്രിയൽ പാറ്റേൺ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 8 ഹെഡ് തിയറി അനുസരിച്ച് ചെസ്റ്റ് അളവ് ഉയരത്തിൻ്റെ ഡാഷ് പെർസെൻറ്റേജ് ആണ്. 8 ഹെഡ് തിയറി അനുസരിച്ച് ചെസ്റ്റ് അളവ് ഉയരത്തിൻ്റെ ഡാഷ് പെർസെൻറ്റേജ് ആണ്. എത്രയാണ്? 55% ആണ്. 8 ഹെഡ് തിയറി അനുസരിച്ച് ചെസ്റ്റ് മെഷർമെൻറ്റ് ശരീരത്തിൻ്റെ മൊത്തം ഉയരത്തിൻ്റെ എത്ര ശതമാനമാണ്? 55%. ഫാഷൻ ഫിഗർ ഡ്രോയിങ്ങിൽ മനുഷ്യ ശരീരത്തിന് അനുപാതം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നൊരു തിയറിയാണ് 8 ഹെഡ് തിയറി എന്ന് പറയുന്നത് അല്ലേ. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? ഒരു ഈ പ്രൊപ്പോർഷൻ, അതായത് ഒരു ഫാഷൻ ഫിഗറിൻ്റെ മൊത്തം ഉയരം ഏകദേശം 8 തലയുടെ ഉയരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ പ്രൊപ്പോർഷൻ ഉപയോഗിച്ചിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ നമുക്ക് സ്ഥാനം കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന എന്താണ് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ പ്രകാരം ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ്? ഹൈറ്റിൻ്റെ ഏകദേശം 55% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വസ്ത്രഭാഗങ്ങൾ കൃത്യമായി ചേർക്കാൻ സഹായിക്കുന്ന ഗൈഡ് പോയിന്റുകൾ. വസ്ത്രഭാഗങ്ങൾ കൃത്യമായി ചേർക്കാൻ സഹായിക്കുന്ന ഗൈഡ് പോയിന്റ്സ്, ഗാർമെന്റിന്റെ വിവിധ ഭാഗങ്ങൾ കൃത്യമായി തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഗൈഡ് പോയിന്റ്സ് ഏതാണ്? നോച്ചസ് ആണ്. നോച്ചസ്. എക്സാമ്പിൾ സ്ലീവും ആം ഹോളും ചേർക്കുമ്പോൾ ശരിയായ ഭാഗങ്ങൾ തമ്മിൽ മാച്ച് ചെയ്യാനൊക്കെ നമ്മൾ നോച്ചസ് സഹായിക്കും അല്ലേ. അതായത് ഗാർമെന്റിന്റെ 2 പാറ്റേൺ പീസസ് കൃത്യമായി മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത്. ബാക്കിയുള്ള ഓപ്ഷൻസ് സ്ലിറ്റ്, ടങ്, മാർജിൻ. സ്ലിറ്റ് എന്ന് പറയുന്നത് നീളത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ടങ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൊട്രൂഡിംഗ് ഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. മാർജിൻ എന്ന് പറയുന്നത് സീം അലവൻസിനുള്ള അധിക വീതിയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് എംബ്രോയ്ഡറിയുടെ മറ്റൊരു പേര്. ഇംഗ്ലീഷ് എംബ്രോയ്ഡറിയുടെ മറ്റൊരു പേര് എന്താണ്? വൈറ്റ് എംബ്രോയ്ഡറി. ഇംഗ്ലീഷ് എംബ്രോയ്ഡറി സാധാരണയായിട്ട് വെള്ള തുണിയിൽ വെള്ള നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന സൂക്ഷ്മമായ അലങ്കാര എംബ്രോയ്ഡറിയാണ്. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് എംബ്രോയ്ഡറി എന്ന് വിളിക്കുന്നത്. ഇതിൽ സാധാരണയായിട്ട് ഓപ്പൺ വർക്ക്, കട്ട് വർക്ക്, ഹൈലൈറ്റ് വർക്ക് തുടങ്ങിയ അലങ്കാര രീതികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യൻ എംബ്രോയ്ഡറി, ഷെയ്ഡഡ് എംബ്രോയ്ഡറി, താമ്പൂർ എംബ്രോയ്ഡറി. ഇന്ത്യൻ എംബ്രോയ്ഡറി ഇന്ത്യയിലെ വിവിധ പരമ്പരാഗത എംബ്രോയ്ഡറികളെ പറയുന്ന പൊതുവായിട്ടുള്ളൊരു പേരാണ്
ഷെയ്ഡഡ് എംബ്രോയിഡറി എന്ന് പറയുന്നത് നിറങ്ങളുടെ അല്ലെങ്കിൽ ഷെയ്ഡഡ് എഫക്റ്റ് നൽകുന്ന എംബ്രോയിഡറിയാണ്. താമ്പൂർ എംബ്രോയിഡറി എന്ന് പറയുന്നത് ഹൂക്ക് ഉപയോഗിച്ച് ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 413. മോണോഗ്രാമിൽ ഫ്രീ മോഷൻ സൂയിങ്ങിന് ഉപയോഗിക്കുന്ന നീഡിൽ. മോണോഗ്രാം ചെയ്യാനായിട്ട് ഫ്രീ മോഷൻ സൂയിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം സ്പ്രിംഗ് നീഡിലാണ് ഉത്തരം. സ്പ്രിംഗ് നീഡിലിനെ എംബ്രോയിഡറി നീഡിൽ എന്നും വിളിക്കാറുണ്ട്. സ്പ്രിംഗ് നീഡിലിനെ എംബ്രോയിഡറി നീഡിൽ എന്നും വിളിക്കാറുണ്ട്. ഫ്രീ മോഷൻ എംബ്രോയിഡറി അല്ലെങ്കിൽ മോണോഗ്രാമിങ് ചെയ്യുന്ന സമയത്ത് തുണിയെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നീക്കി ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. നീഡിലിന് സ്പ്രിംഗ് ആക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഫാബ്രിക്കിന്റെ മൂവ്മെന്റിനൊപ്പം നീഡിലിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ട്രിപ്പിൾ നീഡിൽ, മെഷീൻ നീഡിൽ, ട്വിൻ നീഡിൽ. ട്രിപ്പിൾ നീഡിൽ എന്ന് പറയുന്നത് ഒരേ സമയത്ത് 3 പാരലൽ സ്റ്റിച്ചിങ് ലൈൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. മെഷീൻ നീഡിൽ എന്ന് പറയുന്നത് സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ട്വിൻ നീഡിൽ എന്ന് പറയുന്ന ഒരേ സമയം 2 പാരലൽ സ്റ്റിച്ച് ലൈൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. സോ ആൻസർ എന്താണ്? സ്പ്രിംഗ് നീഡിലാണ്, മോണോഗ്രാമിൽ ഫ്രീ മെഷീൻ സൂയിങ്ങിന് ഉപയോഗിക്കുന്ന നീഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ 414. ഹെം സ്റ്റിച്ചിന്റെ മറ്റൊരു പേര്. ഹെം സ്റ്റിച്ചിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് റോൾഡ് ആണ്. റോൾഡ് ഹെം സ്റ്റിച്ച് ഉപയോഗിച്ച് തുണിയുടെ അറ്റം അകത്തേക്ക് മടക്കി വൃത്തിയായി ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. ഈ രീതിയെ നമ്മൾ റോൾഡ് ഹെം എന്നും വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേർത്തതും ഭാരം കുറഞ്ഞതുമായ തുണികളിലാണ് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള സ്ലിപ്പ് സ്റ്റിച്ച്, ബ്ലൈൻഡ് സ്റ്റിച്ച്, ഡബിൾ. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഹെം അകത്ത് നിന്നും വളരെ കുറച്ച് മാത്രം കാണുന്ന രീതിയിൽ തുന്നാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് സ്റ്റിച്ചാണ്. ബ്ലൈൻഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് പുറത്ത് നിന്ന് സ്റ്റിച്ച് വളരെ കുറവ് മാത്രം കാണുന്ന ഹെം ഫിനിഷിംഗ് ആണ്. ഡബിൾ എന്ന് പറയുന്നത് 2 മടക്കങ്ങളുള്ള ഹെമ്മിനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സീമിന്റെ എഡ്ജുകൾ ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷിയേഴ്സ്. സീമിന്റെ എഡ്ജുകൾ ഫിനിഷ് ചെയ്യാനായിട്ട്, സീംസിന്റെ എഡ്ജസ് ഫ്രേ ചെയ്യുന്നത് ഒഴിവാക്കി ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷിയേഴ്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം പിങ്കിങ് ഷിയേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ടൂള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. പിങ്കിങ് ഷിയേഴ്സിന്റെ ബ്ലേഡ്സിന്റെ സിഗ്സാഗ് രൂപത്തിലാണ്. അതുകൊണ്ട് ഫാബ്രിക് എഡ്ജ് സിഗ്സാഗ് ആയി മുറിക്കപ്പെടുകയും നമുക്ക് എന്താണ് ഫ്രേയിങ് കുറയുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ സ്കാലപ്പിംഗ് ഷിയേഴ്സ്, സിസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 416. ബോൾ പോയിന്റ് നീഡിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബോൾ പോയിന്റ് നീഡിൽ പ്രധാനമായും ഏത് തരത്തിലുള്ള ഫാബ്രിക്കിലാണ് ഉപയോഗിക്കുന്നത്? നിറ്റഡ് ഫാബ്രിക്കിലാണ് ഉപയോഗിക്കുന്നത്. ബോൾ പോയിന്റ് നീഡിലിന്റെ അറ്റം മൂർച്ചയുള്ളതല്ല അല്ലേ. അതുപോലെ തന്നെ റൗണ്ടഡ് പോയിന്റ് ആണ്. നിറ്റഡ് ഫാബ്രിക്കിൽ ചെറിയ ലൂപ്സ് ആണുള്ളത്. സാധാരണ ഷാർപ്പ് നീഡിൽ ഉപയോഗിച്ചാൽ ഈ ലൂപ്സ് മുറിഞ്ഞ് ഫാബ്രിക്കിന് കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ബോൾ പോയിന്റ് നീഡിൽ ഉപയോഗിക്കുമ്പോൾ നീഡിൽ ലൂപ്സിന്റെ ഇടയിലൂടെ ഈസി ആയിട്ട് കടന്നു പോയിട്ട് നമുക്ക് ഫാബ്രിക്കിന്റെ ഡാമേജ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് നിറ്റഡ് ഫാബ്രിക്സിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ബോൾ പോയിന്റ് നീഡിലാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ക്രോഷ്യേറ്റ് വർക്കിനുള്ള നീഡിൽ ഹുക്കാണത്. ഹണി കോമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡെക്കറേറ്റീവ് സ്റ്റിച്ചിങ് ടെക്നിക്കാണ്, നീഡിലല്ല. സ്മോക്കിംഗ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ചെയ്യാൻ സാധാരണ എംബ്രോയിഡറി സൂയിങ് നീഡിലാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കട്ട് വർക്ക് ആദ്യം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ കട്ട് വർക്കിന്റെ ഒറിജിൻ എവിടെയാണ്? കട്ട് വർക്ക് എംബ്രോയിഡറി ആദ്യം ഒറിജിൻ ചെയ്ത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഇറ്റലിയാണ്. കട്ട് വർക്ക് എന്നത് തുണിയുടെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റി ആ ഭാഗത്തിന്റെ അരികുകൾ എംബ്രോയിഡറി സ്റ്റിച്ചസ് ഉപയോഗിച്ച് ഉറപ്പിച്ച് അലങ്കരിക്കുന്ന ഒരു ഡെക്കറേറ്റീവ് ഹാൻഡ് എംബ്രോയിഡറി ടെക്നിക്കാണ്. ഈ എംബ്രോയിഡറി ടെക്നിക്കിന്റെ ആദ്യകാല വികസനവുമായി ഇറ്റലിക്കാണ് പ്രധാനപ്പെട്ട ബന്ധമുള്ളത്. പിന്നീടാണ് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ആയത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഫ്രാൻസ് അല്ല, ഇന്ത്യ അല്ല, ജപ്പാൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലീവ് ലൈനിങ്ങിന്റെ വീതി എത്ര? സ്ലീവ് ലൈനിങ്ങിന്റെ സാധാരണ വീതി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 92 സെന്റിമീറ്റർ. സ്ലീവ് ലൈനിങ് എന്ന് പറയുന്നത് സ്ലീവിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ലൈനിങ് മെറ്റീരിയലാണ്. ഇത് സ്ലീവിന് നല്ല ഫിനിഷ്, കംഫർട്ട്, സ്മൂത്ത്നെസ് എന്നിവ നൽകുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് പ്രകാരം സ്ലീവ് ലൈനിങ്ങിന്റെ സാധാരണ വീതി എന്ന് പറയുന്നത് 92 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിറത്തിലെ വെളിച്ചം ഓർ ഇരുട്ട് എന്ന ഗുണം.
എന്താണത്? നിറത്തിൻ്റെ, ഒരു കളറിൻ്റെ, ഒരു നിറം എത്രത്തോളം വെളിച്ചമുള്ളതോ അല്ലെങ്കിൽ ഇരുണ്ടതോ ആണെന്ന് സൂചിപ്പിക്കുന്ന ഗുണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം എന്താണ്? വാല്യൂ. വാല്യൂ എന്ന് പറയുന്ന നിറത്തിന്റെ ലൈറ്റ്നെസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ്, അതായത് നിറത്തിന് എത്രമാത്രം വെളിച്ചമോ ഇരുട്ടോ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഗുണമാണ്. ഉദാഹരണത്തിന് ലൈറ്റ് ബ്ലൂവിനും ഡാർക്ക് ബ്ലൂവിനും ഒരേ ഹ്യൂ ആണെങ്കിലും അവയുടെ വാല്യൂ വ്യത്യാസമാണ് അല്ലേ? അതുപോലെ വൈറ്റ് ചേർത്താൽ വാല്യൂ കൂടുന്നു, ബ്ലാക്ക് ചേർത്താൽ വാല്യൂ കുറയുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഹ്യൂ. ഹ്യൂ എന്ന് പറഞ്ഞ നിറത്തിന്റെ അടിസ്ഥാന തിരിച്ചറിയൽ, അല്ലെങ്കിൽ ഇപ്പം നിറത്തിന്റെ മറ്റൊരു പേര് എന്ന് പറയാം നമ്മൾക്ക്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ചേർത്ത് ലഭിക്കുന്ന ഡാർക്ക് വേരിയേഷൻ മാത്രമാണ്. എംഫസിസ് എന്ന് പറഞ്ഞ ഡിസൈനിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ് നമുക്ക് എംഫസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൂയിങ് മെഷീനിന്റെ താഴത്തെ ഭാഗം. സൂയിങ് മെഷീനിന്റെ താഴത്തെ ഭാഗം എന്താണ്? ബെഡ്. സൂയിങ് മെഷീന്റെ താഴത്തെ ഹൊറിസോണ്ടൽ ഭാഗമാണ് ബെഡ് എന്ന് പറയുന്നത്. മെഷീന്റെ പ്രധാന പാർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ബെഡ്. ബെഡിന്റെ മുകളിലാണ് സാധാരണയായിട്ട് നമുക്ക് നീഡിൽ പ്ലേറ്റ്, ഫീഡ് ഡോഗ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഫേസ് പ്ലേറ്റ്, ട്രെഡിൽ ലിച്ച്. ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് നീഡിൽ ബാർ, പ്രഷർ ബാർ തുടങ്ങിയ ഭാഗങ്ങളെ മൂടുന്ന കവറാണ്. ട്രെഡിൽ എന്ന് പറയുന്നത് പഴയ സൂയിങ് മെഷീനുകൾ കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഭാഗത്തെയാണ് പറയുന്നത്. ലിച്ച് എന്ന് പറയുന്നത് സൂയിങ് മെഷീനിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലീവിന്റെ ഷോൾഡർ ഭാഗം. സ്ലീവിന്റെ ഷോൾഡർ ഭാഗത്തിനെ പറയുന്നത്, സ്ലീവിന്റെ മുകളിലെ ഷോൾഡറിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ക്രൗൺ എന്നാണ് വിളിക്കുന്നത്. സ്ലീവ് ക്രൗൺ എന്നത് സ്ലീവിന്റെ ഏറ്റവും മുകളിലുള്ള വളഞ്ഞ ഭാഗമാണ്. ആം ഹോളിലേക്ക് ചേരുന്ന ഭാഗമാണ് ഈ ക്രൗൺ എന്ന് പറയുന്നത്. സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തിന്റെ ഷേപ്പ് ശരിയായി നമ്മളിങ്ങനെ കേർവ്ഡ് ആയിട്ട് കറക്റ്റായിട്ട് തയ്യാറാക്കിയില്ലെങ്കിൽ നമ്മൾ എന്താണ്, ആം ഹോളുമായിട്ട് ഫിറ്റ് ആവില്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ആം പിറ്റ്, ഷാങ്ക്. ആം എന്ന് പറയുന്നത് കയ്യെ പൊതുവായി പറയുന്ന പദമാണ്. ആം പിറ്റ് എന്ന് പറയുന്നത് കൈയും ശരീരവും ചേർന്ന അണ്ടർ ആം ഭാഗമാണ്. ഷാങ്ക് എന്ന് പറയുന്നത് സാധാരണ ബട്ടണിന്റെ താഴെയുള്ള ചെറിയ ഭാഗം അല്ലെങ്കിൽ മറ്റു ചില ഉപകരണങ്ങളിലെ ഭാഗങ്ങളാണ്. സ്ലീവിന്റെ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, തുറന്ന ഹോളുകളുള്ള ഫാബ്രിക് പാറ്റേൺ. തുറന്ന ഹോളുകളുള്ള ഫാബ്രിക് പാറ്റേൺ ഓപ്ഷൻസ് നോക്കുക. ഫ്രിഞ്ച്, ടസൽ, കോഡ്, ലേസ്. ലേസ് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ലേസ് എന്നത് തുറന്ന ഹോൾസ് അല്ലെങ്കിൽ ഓപ്പൺ വർക്ക് പാറ്റേൺ ഉള്ള ഒരു അലങ്കാര ഫാബ്രിക് ആണ്. ഇത് സാധാരണയായിട്ട് ഗാർമെന്റ് ഡെക്കറേഷനും ട്രിമ്മിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ്, ഫ്രിഞ്ച് അറിയാലേ, നമുക്ക് തുണിയുടെ അരികിൽ തൂങ്ങിക്കിടക്കുന്ന നൂല് അല്ലെങ്കിൽ സ്ട്രിപ്സ് ആണ്. ടസൽ നൂലുകൾ കൂട്ടമായി കെട്ടി ഡെക്കറേറ്റീവ് എലമെന്റ് ചെയ്യുന്നതാണ്. കോഡ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള നൂല് അല്ലെങ്കിൽ കോഡ് രൂപത്തിലുള്ള ട്രിമ്മിങ്ങിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നീഡിൽ ബാറിനെ മൂടുന്നത്. സൂയിങ് മെഷീനിലെ നീഡിൽ ബാറിനെ കവർ ചെയ്യുന്ന ഭാഗം ഏതാണ്? ഫേസ് പ്ലേറ്റ് ആണ്. നമ്മൾ നേരത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് സൂയിങ് മെഷീനിന്റെ മുൻവശത്തുള്ള ഒരു മെറ്റൽ കവർ ആണ്. ഇത് നീഡിൽ ബാർ, പ്രഷർ ബാർ തുടങ്ങിയ അകത്തെ മെഷീൻ പാർട്സിനെ മൂടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. ബാക്കിയുള്ള ഓപ്ഷൻ, സ്ലൈഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബോബിൻ കേസ് ഭാഗത്തേക്ക് ആക്സസ് ലഭിക്കാൻ സ്ലൈഡ് ചെയ്യുന്ന പ്ലേറ്റ് ആണ്. ബെഡ് പ്ലേറ്റ് എന്ന് പറയുന്ന മെഷീന്റെ താഴത്തെ സപ്പോർട്ടിംഗ് ഭാഗമാണ്. നീഡിൽ പ്ലേറ്റ് എന്ന് പറയുന്നത് നീഡിൽ ഹോള്, ഫീഡ് ഡോഗ് എന്നിവയുടെ മുകളിലുള്ള പ്ലേറ്റ് ആണ്. നീഡിൽ ബാറിനെ കവർ ചെയ്യുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹെം, ടക്ക്. ഹെം, ടക്ക് എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്നത്. ഹെം, ടക്ക് മുതലായവ അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സൂയിങ് ഗൈഡ്. സൂയിങ് ഗൈഡ് എന്നത് തയ്യൽ ചെയ്യുമ്പോൾ സീം വിഡ്ത്ത്, ഹെം വിഡ്ത്ത്, ടക്ക് വിഡ്ത്ത് തുടങ്ങിയ ഭാഗങ്ങൾ കൃത്യമായി അളക്കാനും ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഫ്രഞ്ച് കർവ്, ഷർട്ട് മാർക്കർ, എൽ സ്ക്വയർ. ഫ്രഞ്ച് കർവ് എന്ന് പറയുന്ന ആം ഹോൾ, നെക്ക് ലൈൻ തുടങ്ങിയ വളഞ്ഞ ലൈൻസ് വരയ്ക്കാൻ. ഷർട്ട് മാർക്കർ എന്ന് പറയുന്നത് ഷർട്ട് പാറ്റേണിൽ വിവിധ മാർക്കിങ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് ഷർട്ട് മാർക്കർ. എൽ സ്ക്വയർ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ, സ്ട്രെയിറ്റ് ലൈൻസ് എന്നിവ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ ശക്തമായ സീം ഏത്? വളരെ ശക്തമായ സീം ഏതാണ്? ഫ്ലാറ്റ് ഫെൽ സീം അല്ലെ? ഫ്ലാറ്റ് ഫെൽ സീം ആണ് വളരെ ശക്തവും ഡ്യൂറബിളും ആയ സീം. സീം അലവൻസ് അകത്തേക്ക് മടക്കി തുന്നുന്നത് കൊണ്ട് തന്നെ റോ എഡ്ജസ് പുറത്തേക്ക് കാണില്ല. അതുകൊണ്ട് സീം വളരെ വൃത്തിയായും ശക്തമായും നമുക്ക് ലഭിക്കും. ജീൻസ്, മെൻസ് ഷർട്ട്, വർക്ക് വെയർ, സ്പോർട്സ് വെയർ തുടങ്ങിയവയിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്.
പ്രത്യേകിച്ച് സ്ട്രെയിൻ കൂടുതലുള്ള ഗാർമെന്റ്സിലാണ് ഫ്ലാറ്റ് ഫെൽഡ് സീം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്ലോട്ട് സീം, കോഡഡ് സീം, കൗണ്ടർ സീം. സ്ലോട്ട് സീം എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് എഫക്റ്റ് നൽകുന്നതിന് ഉപയോഗിക്കുന്നതാണ്. കോഡഡ് സീം എന്ന് പറയുന്നത് കോഡ് ചേർത്ത് ഡെക്കറേറ്റീവ് എഫക്റ്റ് നൽകുന്ന സീമാണ്. കൗണ്ടർ സീം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചിയുടെ മുകളിലെ ഭാഗം എന്താണ് വിളിക്കുന്നത്? സൂചിയുടെ മുകളിലത്തെ ഭാഗം, സൂയി മെഷീൻ നീഡിലിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് വിളിക്കുന്നത്? ബട്ട് എന്നാണ് വിളിക്കുന്നത്. ഒരു സൂയിങ് നീഡിലിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ബട്ട് എന്ന് പറയുന്ന സൂചിയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. നീഡിൽ മെഷീന്റെ ശരിയായ സ്ഥാനത്ത് ഘടിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഷാങ്ക് എന്ന് പറയുന്ന ബട്ടിന്റെ താഴെയുള്ള ഭാഗമാണ്. ഇത് നീഡിൽ ബാറിൽ പിടിപ്പിക്കുന്ന ഭാഗമാണ്. പോയിന്റ് എന്നത് സൂചിയുടെ ഏറ്റവും താഴെയുള്ള മൂർച്ചയുള്ള അറ്റമാണ്. ഇത് ഫാബ്രിക്കിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെഷീൻ ഒരു വസ്ത്രത്തെക്കുറിച്ച് ഉപഭോക്താവ് ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? കളർ അല്ലെ, നിറം. ഒരു വസ്ത്രത്തെക്കുറിച്ച് ഒരു കസ്റ്റമർ ആദ്യം ശ്രദ്ധിക്കുന്ന, ഒരു വസ്ത്രം കാണുമ്പോൾ ഉപഭോക്താവിന്റെ ശ്രദ്ധ ആദ്യം ആകർഷിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കളറാണ്. കളറിന് അട്രാക്ഷൻ, മൂഡ്, വിഷ്വൽ അപ്പീൽ, ആദ്യത്തെ ഇംപ്രഷൻ ഒക്കെ സ്വാധീനിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വസ്ത്രം വാങ്ങുമ്പോൾ കളറാണ് ഉപഭോക്താവിന്റെ ആദ്യ ശ്രദ്ധ നേടുന്ന ഘടകമായിട്ട് കണക്കാക്കുന്നത്. ബാക്കിയുള്ള ഡിസൈനും കോസ്റ്റും ഫൈബറും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കസ്റ്റമർ മൈൻഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, പാറ്റേൺ ഡ്രാഫ്റ്റിംഗിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ആവശ്യമായത് ശരീരത്തിന്റെ കൃത്യമായ അളവുകളാണ്. അപ്പൊ ആൻസർ ഏതാണ്? മെഷർമെന്റ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? ശരീരഘടനയെക്കുറിച്ചുള്ള പഠനമാണ് മനുഷ്യ അനാട്ടമി അല്ലെങ്കിൽ ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബോഡി മനുഷ്യൻ ശരീരം എന്ന് പറയുന്ന പാറ്റേണിന്റെ അടിസ്ഥാന രൂപം മനസ്സിലാക്കാൻ വേണ്ടതാണെങ്കിലും മെഷർമെന്റ്സ് ആണ് നമുക്ക് ആദ്യമായി വേണ്ടത്. അടുത്ത അനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ശരീരഭാഗങ്ങൾ തമ്മിലുള്ള അനുപാതമാണ്. അത് ഡ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനമായിട്ട് നമുക്ക് ഏതാണ് പറയാൻ പറ്റുക? മെഷർമെന്റ് ആണ് പറയാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ 429. ഡിസൈനിന്റെ ഏറ്റവും സൃഷ്ടിപരവും ഇളവുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. എന്താണ്? ഗാർമെന്റ് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താനും സൃഷ്ടിപരമായി ഉപയോഗിക്കാനും കഴിയുന്ന ഘടകം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഗാർമെന്റ് ഡിസൈനിലെ ഏറ്റവും സൃഷ്ടിപരവും അതുപോലെ തന്നെ ഇളവുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഘടകം ഏതാണ്? ഉത്തരം ഡാർട്സ് ആണ്. ഡാർട്സ് വസ്ത്രത്തിൽ ശരിയായ ഫിറ്റ്, ഷേപ്പ്, കോണ്ടൂർ എന്നിവ നൽകുന്നതിനൊപ്പം ഡിസൈനിലും നിരവധി മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സഹായിക്കുന്നു. ഡാർട്ടിന്റെ സ്ഥാനം മാറ്റുന്നത് കൊണ്ട് വിവിധ ഡിസൈൻ വേരിയേഷൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ വേസ്റ്റ് ഡാർട്ട്, ഫ്രഞ്ച് ഡാർട്ട്, ഷോൾഡർ ഡാർട്ട് മുതലായവയൊക്കെ നമുക്ക് ഇങ്ങനെ ഡാർട്ടിന്റെ പൊസിഷൻ മാറ്റി ഗാർമെന്റ് അപ്പിയറൻസ് മാറ്റാനായിട്ട് നമുക്ക് കഴിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. പ്ലീറ്റ്സ്, ടക്സ്, ഗ്യാദേഴ്സ്. പ്ലീറ്റ്സ് എന്താണ്? ഫുൾനെസ് നിയന്ത്രിക്കാനും ഡെക്കറേഷൻ ഉപയോഗിക്കുന്നതാണ്. ടക്സ് ചെറിയ മടക്കുകൾ ഉണ്ടാക്കി ഡെക്കറേഷൻ ഫിറ്റ് നൽകുന്നതാണ്. ഗ്യാദേഴ്സ് ഫാബ്രിക് ഫുൾനെസ് കൂട്ടാൻ ഉപയോഗിക്കുന്നു. ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം ആദ്യമുള്ള സെറ്റുകളിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സെറ്റുകളിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി നല്ല രീതിയിൽ ബാക്കിയുള്ള ആദ്യം വന്ന ക്വസ്റ്റ്യൻ സെറ്റുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മെഷീനിൽ ആവശ്യാനുസരണം ചേർക്കാനും നീക്കാനും കഴിയുന്ന ഉപകരണങ്ങൾ എന്താണ്? സൂയിങ് മെഷീനിൽ ആവശ്യത്തിനനുസരിച്ച് അറ്റാച്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും കഴിയുന്ന ഉപകരണങ്ങളെ എന്താണ് വിളിക്കുന്നത്? അറ്റാച്ച്മെന്റുകൾ എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ, സിപ്പർ ഫുട്ട്, സിപ്പർ തുന്നാൻ, ഹെമ്മിങ് ഫുട്ട്, ഹെം ചെയ്യാൻ, ഗ്യാദറിംഗ് ഫുട്ട്, ഗ്യാദേഴ്സ് ഉണ്ടാക്കാൻ, പൈപ്പിംഗ് ഫുട്ട്, പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെയുള്ള ഫുട്ടുകൾ മെഷീനിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാനും മാറ്റി റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്റ്റിച്ച് റെഗുലേറ്റർ, സ്റ്റിച്ച് ലെങ്ത് നിയന്ത്രിക്കുന്നു. ബോബിൻ കേസ്, ബോബിനെ ഹോൾഡ് ചെയ്യുന്നു. നീഡിൽ സ്റ്റിച്ച് രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സിൽക്ക് വസ്ത്രങ്ങൾ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ ഏത്?
സിൽക്ക് വസ്ത്രങ്ങൾ, സിൽക്ക് ഗാർമെന്റ്സ് തുന്നാൻ സാധാരണ ഉപയോഗിക്കുന്ന സൂയിങ് മെഷീൻ നീഡിൽ നമ്പർ ഏതാണ്? 14 ആണ്. സിൽക്ക് പോലെ നേർത്തതും ഡെലിക്കേറ്റുമായ ഫാബ്രിക്സ് തുന്നുമ്പോൾ വളരെ കട്ടിയുള്ള നീഡിൽ ഉപയോഗിച്ചാൽ ഫാബ്രിക്കിൽ വലിയ നീഡിൽ ഹോൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏറ്റവും നേർത്ത ടൈപ്പ്. അപ്പോൾ സിൽക്കിന് സ്റ്റാൻഡേർഡ് ഇത് പ്രകാരം സിൽക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്പർ 14 നീഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്പർ 16 എന്ന് പറയുന്നത് താരതമ്യേന കട്ടിയുള്ള ഫാബ്രിക്സിന്. നമ്പർ 18 വളരെ ഹെവി ഫാബ്രിക്സിന്. നമ്പർ 9 വളരെ ഫൈൻ നീഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട് വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പോക്കറ്റ് തരം ഏതാണ്? കോട്ട് പോലെയുള്ള വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പോക്കറ്റ്, ഏത് ടൈപ്പ് പോക്കറ്റ് ആണ്? കോട്ട് പോലെയുള്ള ഗാർമെന്റ്സിന് സാധാരണ ഉപയോഗിക്കുന്ന പോക്കറ്റിന്റെ തരം, പോക്കറ്റ് ടൈപ്പ് ഏതാണ്? സെറ്റിൻ പോക്കറ്റ് ആണ്. സാധാരണ ഉപയോഗിക്കുന്നത് സെറ്റിൻ പോക്കറ്റ് ആണ്. സെറ്റിൻ പോക്കറ്റ് എന്ന് പറയുന്നത് ഗാർമെന്റ്സിന്റെ ഫാബ്രിക്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി അതിന്റെ അകത്തേക്ക് പോക്കറ്റ് ബാഗ് ഘടിപ്പിക്കുന്ന തരത്തിലുള്ള പോക്കറ്റ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ? ഫ്ലാപ്പ് പോക്കറ്റ്, പാച്ച് പോക്കറ്റ്, ബെല്ലോസ് പോക്കറ്റ്. ഫ്ലാപ്പ് പോക്കറ്റ് എന്ന് പറയുന്നത് പോക്കറ്റ് ഓപ്പണിങ്ങിനെ ഫ്ലാപ്പ് കൊണ്ട് മൂടിയ പോക്കറ്റ് ആണ്. പാച്ച് എന്ന് പറയുന്നത് ഫാബ്രിക്കിന് മുകളിൽ നേരിട്ട് തുന്നിച്ചേർക്കുന്ന പോക്കറ്റ് ആണ്. ബെല്ലോസ് പോക്കറ്റ് എന്ന് പറയുന്നത് അധിക ഫുൾനെസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ നൽകുന്ന പോക്കറ്റ് ആണ്. കാർഗോ ഗാർമെന്റ്സിനാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായ പ്ലാക്കറ്റ് ഏതാണ്? കുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായ പ്ലാക്കറ്റ് ഏതാണ്? കണ്ടിന്യൂസ് പ്ലാക്കറ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ടൈലേർഡ് പ്ലാക്കറ്റ് കൂടുതലായിട്ട് സ്ട്രക്ചറൽ ഫോർമൽ ഗാർമെന്റ്സിൽ കാണുന്നതാണ്. സിപ്പ് പ്ലാക്കറ്റ് സിപ്പർ ഉപയോഗിക്കുന്ന ഓപ്പണിംഗ് ആണ്. 2 പീസ് പ്ലാക്കറ്റ് പ്രത്യേക കൺസ്ട്രക്ഷൻ രീതിയിൽ പ്ലാക്കറ്റ് ആണ്. ഇത് 2 പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാക്കറ്റ് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 434, കൈയുടെ ഏറ്റവും കൂടിയ ഭാഗത്ത് എടുക്കുന്ന അളവ് ഏതാണ്? കൈയുടെ ഏറ്റവും കട്ടിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഭാഗത്ത് എടുക്കുന്ന അളവ് ഏതാണ്? അപ്പർ ആം സർക്കംഫറൻസ്. അപ്പർ ആം സർക്കംഫറൻസ് എന്ന് പറയുന്നത് കൈയുടെ മുകൾ ഭാഗത്ത്, സാധാരണ ബൈസെപ്സിന്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗത്ത് എടുക്കുന്ന ചുറ്റളവാണിത്. സ്ലീവ് പാറ്റേൺ തയ്യാറാക്കുമ്പോൾ ഈ മെഷർമെന്റ് വളരെ പ്രധാനമാണ്. ഏറ്റവും വീതി, ഏറ്റവും വണ്ണം കൂടിയ ഭാഗമാണത്. ബാക്കിയുള്ളത് എൽബോ സർക്കംഫറൻസ് എന്ന് പറയുന്ന കൈമുട്ടിന് ചുറ്റുമുള്ള അളവാണ്. കഫ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് കഫ് ഭാഗത്ത് താഴെയുള്ള ഭാഗത്തെ അളവാണ്. എൽബോ എന്ന് പറഞ്ഞാൽ അപ്പർ ആമിന്റെ ചുറ്റളവല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സൂചിയുടെ പ്രധാന ഗുണവിശേഷത എന്താണ്? സൂചിയുടെ പ്രധാന ഗുണവിശേഷത, അതായത് ഒരു സൂചി നീഡിന്റെ പ്രധാന ഗുണവിശേഷതകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സ്മൂത്ത്നെസ് ഓഫ് ഐ, അതായത് സൂചിയുടെ കണ്ണിന്റെ സ്മൂത്ത്നെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. സൂചി നീഡിന്റെ ഐ എന്ന് പറയുന്നത് നൂൽ കടത്തുന്ന ഭാഗമാണ്. ഈ ഭാഗം സ്മൂത്ത് ആയിരിക്കണം അല്ലെ. ഐന്റെ അറ്റങ്ങൾ റഫായാലും നീഡിൽ കടന്നു പോകുമ്പോൾ നൂലിന്റെ ഫ്രിക്ഷൻ ഉണ്ടാവുകയും നൂൽ അഴിഞ്ഞു പോകാനോ പൊട്ടാനോ കേടാകാനോ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഷോർട്ട് ഗ്രൂവ് നീഡിലിന്റെ പ്രത്യേക ഭാഗമാണ്, പക്ഷെ പ്രധാന ഗുണമായിട്ട് കണക്കാക്കുന്നില്ല. ലെങ്ത് എന്ന് പറഞ്ഞാൽ നീഡിൽ തിരഞ്ഞെടുക്കുക പ്രധാനമാണ്, പക്ഷെ അതുപോലെ തന്നെ ഐ ഹോൾ ലെങ്ത് നീഡിൽ ക്വാളിറ്റിയുടെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പക്ഷെ എന്നിരുന്നാലും സൂചിയുടെ പ്രധാന ഗുണസവിശേഷത എന്ന് പറയുന്നത് ഐയുടെ സ്മൂത്ത്നെസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 436, നൂൽ സ്പൂളിൽ നിന്നും സൂചിയിലേക്ക് എത്തിക്കുന്നത് ഏത് ഭാഗമാണ്? സൂയിങ് മെഷീനിൽ സ്പൂളിൽ നിന്ന് നീഡിലേക്ക് നൂൽ എത്തിക്കുന്ന ഭാഗം ത്രെഡ് ടേക്കപ്പ് ലിവർ. ത്രെഡ് ടേക്കപ്പ് ലിവർ എന്ന് പറയുന്നത് സൂയിങ് മെഷീന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ നീഡിൽ ത്രെഡിന്റെ മൂവ്മെന്റ് നിയന്ത്രിക്കുകയും സ്റ്റിച്ച് രൂപപ്പെടുമ്പോൾ ആവശ്യമായ നൂല് നൽകി അധിക നൂല് തിരികെ എടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ്. മെഷീൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടേക്കപ്പ് ലിവർ മുകളിലേക്കും താഴേക്കും ചലിക്കുന്നു അല്ലെ, ചലിക്കുന്ന കാണാം നമുക്ക്. ഇതിലൂടെ നമ്മൾക്ക് ത്രെഡ് ടെൻഷൻ ശരിയായി നിലനിർത്താനും അതുപോലെ തന്നെ സ്റ്റിച്ചിന്റെ ഫോർമേഷൻ സഹായിക്കാനുമായിട്ട് കഴിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്റ്റിച്ച് വിഡ്ത്ത് കൺട്രോൾ, സ്റ്റിച്ച് റെഗുലേറ്റർ, ടെൻഷൻ കൺട്രോൾ. സ്റ്റിച്ച് റെഗുലേറ്റർ സ്റ്റിച്ചിന്റെ ലെങ്ത്, ടെൻഷൻ കൺട്രോൾ അപ്പർ ത്രെഡ് ടെൻഷൻ ക്രമീകരിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വസ്ത്രത്തിന്റെ താഴത്തെ ചുറ്റളവ് എന്താണ്? വസ്ത്രത്തിന്റെ താഴത്തെ ചുറ്റളവ് എന്താണ്? എന്താണ് വസ്ത്രത്തിന്റെ താഴത്തെ ചുറ്റളവിനെ വിളിക്കുന്ന പേര്? ഗിർത്ത് എന്നാണ് വിളിക്കുന്നത്. ഗിർത്ത് എന്ന് പറയുന്നത് ശരീരഭാഗത്തിന്റെ വസ്ത്രഭാഗത്തിന്റെ ചുറ്റളവ് സൂചിപ്പിക്കുന്ന പദമാണ് ഗിർത്ത്.
ഗാർമെന്റ് കൺസ്ട്രക്ഷനിൽ സ്കേർട്ട്, സ്ലീവ്, ബോട്ടം പോർഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ ചുറ്റളവ് പറയുന്നതിനെയാണ് നമ്മൾ ഗിർത്ത് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ടിക്ക് സൈ ലാപ്പ്. ടിക്ക് സൈ ലാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടിക്ക് എന്ന് പറയുന്നത് കോട്ടിൻ്റെ അല്ലേ, കോട്ടിൻ്റെ പിൻഭാഗം. അതുപോലെ തന്നെ സൈ എന്ന് പറയുന്നത് ആം ഹോൾ ഭാഗം. ലാപ്പ് എന്ന് പറയുന്നത് ലാപ്പ് ഓവർലാപ്പ് അല്ലെങ്കിൽ മേലേക്ക് എന്നുള്ള രീതിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, അളവ് എടുക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പിന്റെ ശരാശരി വീതി എത്ര? അളവെടുക്കാൻ ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ അളവുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടേപ്പിന്റെ സാധാരണ വീതി 1/4 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെയാണ്. ടൈലറിംഗിൽ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടേപ്പിന്റെ വീതി എന്ന് പറയുന്നത് 1/4 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 439. ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്ത് സൂചിപ്പിക്കുന്നു? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാഡിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. പാഡിങ് എന്നത് വസ്ത്രത്തിലെ ഒരു പ്രത്യേക ഭാഗത്തിന് കൂടുതൽ തിക്നെസ്, ഷേപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് നൽകുന്നതിനായി പാഡിങ് മെറ്റീരിയൽ ചേർക്കുന്ന പ്രക്രിയയാണ് പറയുന്നത്. ഗാർമെന്റ് കൺസ്ട്രക്ഷനിൽ പാഡിങ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഷോൾഡർ, ബസ്റ്റ്, സ്ലീവ് തുടങ്ങിയ ഭാഗങ്ങൾക്ക് ശരിയായ ഷേപ്പ് നൽകാനും സപ്പോർട്ട് നൽകാനും ആയിട്ടാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ്, ലെങ്തനിങ് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ നീളം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടത്. സ്ലീവ് പിച്ച് എന്ന് പറഞ്ഞാൽ സ്ലീവ് ഗാർമെൻറ്റിൽ ശരിയായ ആംഗിളും പൊസിഷനിലും ഇരിക്കുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ്. സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഫാബ്രിക് വലിച്ചു നീട്ടുന്നതിനെയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 440. 1 മുതൽ 4 വരെ സൂചികൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? 1 മുതൽ 4 വരെ സൂചികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാട്രസ് മേക്കിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രത്യേക സൂചികളാണ് 1 മുതൽ 4 വരെ ഉള്ളത്. മാട്രസ് പോലെയുള്ള കട്ടിയുള്ളതും പല ലെയേഴ്സ് ഉള്ളതുമായ മെറ്റീരിയൽസ് തുന്നിച്ചേർക്കുമ്പോൾ സാധാരണ തയ്യൽ സൂചിയേക്കാളും നീളമുള്ളതും ശക്തിയുള്ളതുമായ നീഡൽ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാട്രസ് നിർമ്മാണത്തിലും മാട്രസ് സ്റ്റിച്ചിങ്ങിലും നമ്പർ 1 മുതൽ 4 വരെ നമ്പർ മാട്രസ് നീഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 441. വൂളൻ, വെൽവെറ്റ് എന്നിവയിൽ ഡിസൈൻ ട്രേസ് ചെയ്യാനുള്ള രീതി ഏത്? വൂളൻ, വെൽവെറ്റ് തുണികളിൽ ഡിസൈൻ ട്രേസ് ചെയ്യുന്നത് ഏതാണ്? പൗൺസിങ് മെത്തേഡാണ്. പൗൺസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസൈൻ നേരിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള വൂള്, വെൽവെറ്റ് പോലെയുള്ള പൈൽ ഫാബ്രിക്സിൽ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ്. ആദ്യം ഡിസൈൻ പേപ്പറിൽ തയ്യാറാക്കും, പിന്നെ ആ ഡിസൈനിൻ്റെ രേഖകളിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കും. പിന്നീട് ഈ പാറ്റേൺ ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് പൗൺസിങ് പൗഡർ ഉപയോഗിച്ച് പൊടി താഴേക്ക് കടത്തിടണം. പൊടി അതിൻ്റെ മേലെ റബ്ബ് ചെയ്ത് താഴേക്ക് കടത്തിവിടും. അപ്പോൾ ഇങ്ങനെ ഫാബ്രിക്കിൽ ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ ലഭിക്കും നമുക്ക്. അതിനുശേഷം ഔട്ട്ലൈൻ പിന്തുടർന്നാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത്. ഇതുപോലെ കട്ടിയുള്ള തുണികൾക്ക് നമുക്ക് കാർബൺ മെത്തേഡ് ഉപയോഗിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ബാക്കിയുള്ള ഓപ്ഷൻസായ അയേണിങ് മെത്തേഡ് എന്ന് പറയുന്നതും കാർബൺ മെത്തേഡ് എന്ന് പറയുന്നതും നമ്മൾക്ക് ഇതുപോലെ കട്ടിയുള്ള തുണികളിലും അല്ലെങ്കിൽ പൈൽ തുണികളിലും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ടെൻസിലിംഗ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ട്രാൻസ്ഫർ മെത്തേഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 442. 3 നൂലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബട്ടൺ ഹോൾ ഏത്? 3 നൂലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബട്ടൺ ഹോൾ എന്ന് പറയുന്ന ഓപ്ഷൻസിലെ മെൻഡഡ് ബട്ടൺ ഹോൾ ആണ്. മെൻഡഡ് ബട്ടൺ ഹോൾ എന്ന് പറയുന്നത് ഹാൻഡ് സൂയിങ് ഉപയോഗിച്ച് ബട്ടൺ ഹോൾ തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. ബട്ടൺ ഹോളിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ബട്ടൺ ഇടുന്ന ഓപ്പണിങ്ങിൻ്റെ അരികുകൾ ശക്തിപ്പെടുത്തുകയും ഫാബ്രിക് നൂലൂരി ഫ്രെയിം തടയുകയും ചെയ്യുന്നതിനാണിത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബൗണ്ട് ബട്ടൺ ഹോൾ. ബൗണ്ട് ബട്ടൺ ഹോൾ എന്ന് പറയുന്നത് കോഡ് ഉപയോഗിച്ച് ബട്ടൺ ഹോൾ കൂടുതൽ ഫേംനെസ് നൽകുന്നതാണ്. ബൗണ്ട് ബട്ടൺ ഹോൾ എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ സ്ട്രിപ്സ് ഉപയോഗിച്ച് ഓപ്പണിംഗ് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. ഫേസ്ഡ് ബട്ടൺ ഹോൾ ഫേസിങ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 443. ആർട്ടിഫിഷ്യൽ സിൽക്ക് പ്രസ് ചെയ്യാനുള്ള രീതി ഏത്? ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് റയോൺ ആണ്. റയോണിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റൈൽ സയൻസിൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് പറയുന്നത് റയോണിനെയാണ്. റയോൺ ഒരു ഡെലിക്കേറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അധികമായിട്ട് മോയ്സ്ചർ അല്ലെങ്കിൽ ഹൈ ഹീറ്റ് ഉപയോഗിച്ചാൽ ഫാബ്രിക് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറിൽ ഡ്രൈ പ്രസ്സിങ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. ഇനി വെറ്റ് മെത്തേഡ്. ബാക്കിയുള്ള ഓപ്ഷൻസിൽ വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് തുണിയിൽ മോയ്സ്ചർ ഉപയോഗിച്ചുള്ള പ്രസ്സിംഗ് ആണ്. അണ്ടർ പ്രസ്സിംഗ് എന്ന് പറയുന്നത് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സീംസ്, ഡാർട്സ് തുടങ്ങിയവ പ്രസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്. ടോപ്പ് പ്രസ്സിംഗ് എന്ന് പറയുന്നത് ഗാർമെൻറ്റിൻ്റെ പുറം ഭാഗം ഫൈനൽ പ്രസ്സിംഗ് ചെയ്യുന്ന രീതിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ 444. കോട്ട് വസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടിൻ്റെ ബാക്ക് നെക്ക് ഭാഗം എന്താണ് വിളിക്കുന്നത്? കോട്ടിൻ്റെ ബാക്ക് നെക്കിനെ വിളിക്കുന്ന പേരാണ് ടിക്ക് എന്ന്. ടിക്ക് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനിൽ കോട്ടിൻ്റെ ബാക്ക് നെക്കിനെ പറയുന്ന ടെർമിനോളജിയാണ് ടിക്ക് എന്ന്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഫോർക്ക് എന്ന് പറയുന്നത് ട്രൗസറിൻ്റെ കോച്ച് ഭാഗവുമായി ബന്ധപ്പെട്ട ടേമാണ്. ഫേസ് എന്ന് പറയുന്ന ഒരു ഗാർമെൻറ്റ് ഫേസിങ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ്. ലേ എന്ന് പറയുന്ന ഫാബ്രിക്കിൽ പാറ്റേൺസ് ലേയിങ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്. അടുത്ത ക്വസ്റ്റ്യൻ 445. ടെറിലിൻ, വിസ്കോസ്, കോട്ടൺ എന്നിവ ചേർന്ന് ഫാബ്രിക് എന്താണ് വിളിക്കുന്നത്? ടെറിലിൻ, വിസ്കോസ്, കോട്ടൺ എന്നീ ഫാബ്രിക്കിനെ ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ചേർന്നുണ്ടാക്കുന്ന ഫാബ്രിക്കിന് നമ്മൾ ടെറിലിക്സ് എന്നാണ് പറയുന്നത്. ഇതൊരു ബ്ലെൻഡഡ് ഫാബ്രിക്കാണ് അല്ലേ. ബ്ലെൻഡിങ് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിവിധ ഫൈബേഴ്സിൻ്റെ നല്ല ഗുണങ്ങൾ ഒരുമിച്ച് നേടുക എന്നുള്ളതാണ്. കോട്ടൻ്റെ കംഫർട്ട്, അതുപോലെ വിസ്കോസിൻ്റെ സോഫ്റ്റ്നെസ്സും ടെറിലിൻ അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ സ്ട്രെങ്ത്തും എല്ലാം കൂടി ഒരുമിച്ച് ബ്ലെൻഡഡ് ഫാബ്രിക്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഓപ്ഷനിലെ ടെറിക്കോട്ടൺ അല്ലാതെ ഡെക്രോൺ എന്ന് പറയുന്നത് നമ്മുടെ പോളിസ്റ്ററിൻ്റെ ഒരു ട്രേഡ് നെയിമാണ് കേട്ടോ, ഡെക്രോൺ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും എളുപ്പമുള്ള പോക്കറ്റ് തരം 446 ഏറ്റവും എളുപ്പമുള്ള പോക്കറ്റ് തരം എന്ന് പറയുന്നത് പാച്ച് പോക്കറ്റാണ്. പാച്ച് പോക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പോക്കറ്റാണ്. ഇത് പോക്കറ്റിന് ആവശ്യമായ ഫാബ്രിക് പീസ് ആദ്യം തയ്യാറാക്കി അതിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്ത ശേഷം ഗാർമെൻറ്റിൻ്റെ പുറത്ത് നേരിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗാർമെൻറ്റിൽ സെപ്പറേറ്റ് പോക്കറ്റ് ഓപ്പണിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഷർട്ട്, ഡ്രസ്സസ്, കാഷ്വൽ ഗാർമെൻറ്റ്സിലൊക്കെ പാച്ച് പോക്കറ്റ് നമുക്ക് സാധാരണയായിട്ട് കാണാം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇൻസേർട്ടഡ് പോക്കറ്റ് ഗാർമെൻറ്റിൻ്റെ ഉള്ളിൽ ഓപ്പണിംഗ് ഉണ്ടാക്കി നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട്. ഇൻസേർട്ടഡ് പോക്കറ്റാണ്. ഗാർമെൻറ്റിൻ്റെ ഉള്ളിൽ ഓപ്പണിംഗ് ഉണ്ടാക്കി ഉള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ള പോക്കറ്റാണ്. ഫ്ലാപ്പ് പോക്കറ്റ് എന്ന് പറയുന്നത് പോക്കറ്റിൻ്റെ മേലെ ഫ്ലാപ്പ് വെച്ച് കവർ ചെയ്ത പോലെ ഫ്ലാപ്പ് വെച്ച് ഇങ്ങനെ അടയ്ക്കുന്ന രീതിയിലുള്ള പോക്കറ്റാണ്. കാർഗോ പോക്കറ്റ് എന്ന് പറയുന്നത് വലിയതും പല ഫീച്ചേഴ്സ് ഉള്ളതുമായിട്ടുള്ള വലിയ കാർഗോ പാൻസിലൊക്കെ കാണുന്ന വലിയ പോക്കറ്റിനെ പറയുന്ന പേരാണ്. ഈ 447 എംബ്രോയ്ഡറിക്ക് ഏറ്റവും അനുയോജ്യമായ മെറ്റീരിയൽ ഏതാണ്? എംബ്രോയ്ഡറിക്ക് ഏറ്റവും അനുയോജ്യമായ മെറ്റീരിയൽ ഏതാണ്? ലിനൻ ആണ്. ലിനൻ ഇത് സ്മൂത്ത് സർഫേസും നല്ല സ്ട്രെങ്തും ഫേം സ്ട്രക്ചറും ഉള്ളതുകൊണ്ട് തന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് വ്യക്തമായിട്ട് കാണാനും ഫാബ്രിക്കിൽ ശരിയായി നിലനിർത്താനും കഴിയും. അതുപോലെ മെയിനായിട്ട് ടേബിൾ ലിനൻ, ഹാൻഡ് കർച്ചീഫ്, എംബ്രോയ്ഡേഡ് ഗാർമെൻറ്റ്സ്, ഡെക്കറേറ്റീവ് ആർട്ടിക്കിൾസ് തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനായിട്ട് ലിനനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 448. ഒരു ഫാബ്രിക് മറ്റൊന്നിലേക്ക് ചേർക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? അതായത് ഒരു ആപ്ലിക് വർക്ക്. ഓപ്ഷനിലെ ആപ്ലിക് വർക്കാണ് ആൻസർ. ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ മറ്റൊരു ഫാബ്രിക് പീസ് കട്ട് ചെയ്ത് സ്ഥാപിച്ച് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുകയോ ചെയ്യുന്ന ഡെക്കറേറ്റീവ് ടെക്നിക്കിനെയാണ് നമ്മൾ ആപ്ലിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപ്ലിക് വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാബ്രിക് പീസ് മറ്റൊരു ഫാബ്രിക്കിലേക്ക് ചേർത്ത് ഡിസൈൻ ഉണ്ടാക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്ക്രീൻ പ്രിൻറ്റിങ് എന്താണ്? സ്ക്രീൻ ഉപയോഗിച്ച് ഡിസൈൻ പ്രിൻറ്റ് ചെയ്യുന്ന രീതിയാണ്. ഷാഡോ വർക്ക് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിൻ്റെ ഒരു വശത്ത് എംബ്രോയ്ഡറി ചെയ്ത് റൈറ്റ് സൈഡിൽ ഷാഡോ എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ്. ഫാബ്രിക് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ഉപയോഗിച്ച് ഫാബ്രിക്കിൽ ഡിസൈൻ വരയ്ക്കുന്ന രീതിയാണ് പറയുന്നത്. 449 ചെയിൻ സ്റ്റിച്ചിൻ്റെ വ്യത്യസ്തമായ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻസിലെ ബ്രോക്കൺ ആണ് ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ ആയിട്ട് വരുന്നത്. ചെയിൻ സ്റ്റിച്ച് തുടർച്ചയായി ചെയിൻ ലൈക്ക് ലൂപ്സ് ഉണ്ടാകും. എന്നാൽ ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ചിൽ ചെയിൻ എഫക്റ്റ് ഇടവിട്ട് കാണപ്പെടുന്ന രീതിയിലാണ് എംബ്രോയ്ഡറി ഡെക്കറേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണിത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ക്വീൻ സ്റ്റിച്ച് ഒരു ഡെക്കറേറ്റീവ് എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. ഫെദർ സ്റ്റിച്ച്, അതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് പ്രധാനമായിട്ടും സ്റ്റെംസ് കേർഡ് ഔട്ട്ലൈൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഫെദർ സ്റ്റിച്ച് ബ്രാഞ്ചസ്, സ്റ്റെംസ്, ബോർഡേഴ്സ് ഒക്കെ തുടങ്ങിയവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. 450 ക്വസ്റ്റ്യൻ. ആർട്ടിഫിഷ്യൽ സിൽക്ക് ഏത്? ഓപ്ഷൻസിലുള്ളതിൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നമ്മളുടെ PDF-ലൊക്കെ ജോർജറ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇത് നമ്മുടെ ഫൈനൽ ആൻസർ കീഴിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജോർജറ്റ് ആണ് അതിനകത്ത് ആൻസറായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റൈൽ സയൻസ് പ്രകാരം റയോൺ ആണ് ആർട്ടിഫിഷ്യൽ സിൽക്കായിട്ട് പറയുന്നത്. ജോർജറ്റായിട്ട് ആൻസർ വരാനുള്ളതിൻ്റെ കാരണം നമ്മളുടെ
സ്വർണം ബുക്കിൽ, സ്വർണത്തിൻ്റെ ബുക്കിൽ ജോർജറ്റൊക്കെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ സിൽക്കായിട്ട് പറയപ്പെടുന്നുണ്ട്. സോ റയോണും ജോർജറ്റും എല്ലാം ആർട്ടിഫിഷ്യൽ സിൽക്കിൻ്റെ കീഴിൽ വരും. ഫൈനൽ ആൻസർ കീഴിൽ ജോർജറ്റാണ് ആൻസർ. പക്ഷെ ഞാൻ ടെക്സ്റ്റൈൽ സയൻസ് പ്രകാരം കറക്റ്റായിട്ടുള്ളത് റയോൺ ആയതുകൊണ്ട് റയോൺ മാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോസ് എത്രയും പെട്ടെന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് വരണമെന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കുറേ ഓപ്ഷൻസൊക്കെ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും പരിചയമില്ലാത്ത ഓപ്ഷൻസ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ PDF ആവശ്യമായിട്ടുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. PDF അവൈലബിൾ ആണ്, കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.